തോൽക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി നിങ്ങൾ പോരാടുക. വിധി നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ പരാജയപ്പെടുവാനാണെങ്കിൽ വിട്ടുകൊടുക്കരുത്, നല്ലൊരു പോരാട്ടം തന്നെ നടത്തുക. വില്യം മക്ലിയുടെ ഈ പ്രചോദനാത്മകമായ വാക്കുകൾ ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു സ്പോർട് കിസിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക്. കിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കുടിക്കുമട്ട എന്ന് പറയുന്ന ഓട്ടോ സ്റ്റാൻഡിലാണ്. ഒരു ഓട്ടോ തൊഴിലാളി, ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ പങ്കുചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താ? ഷഫീഖ്. ഷഫീഖ് എവിടെ? സ്ഥലം എവിടെയാ? ഞാൻ ഇവിടെ തന്നെ കുടിക്കുമട്ട തന്നെയാണ്. ഒരുപാട് വർഷമായോ ഇവിടെ ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്? ഇല്ല, ഓട്ടോ ഡ്രൈവറായിട്ട് എന്റെ ഏട്ടന് ഓട്ടോ ഉണ്ടായിരുന്നു. ഒരു മാസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ടില്ല. ഷഫീഖ് ഏതുവരെ പഠിച്ചു? പ്ലസ് ടു ആണ്. മാരീഡ് ആണോ? മാരീഡ് ആണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? ഒരു കുട്ടിയുണ്ട്. എന്താ ഭാവിയുടെ പേരെന്താ? അൽഹാൻ. വെരി ഗുഡ്. അപ്പോൾ ഉപ്പ ഉമ്മ ഏട്ടൻ അല്ലേ, ഒരുപാട് നല്ല രസമായിരിക്കും കൂട്ടുകുടുംബാകുന്ന സമയത്ത്. ഷഫീഖ്, ഞങ്ങൾ വരുന്നത് സ്പോർട് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് സ്പോർട് കിസ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ടാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് അറിവ് നൽകിക്കൊണ്ട്, അറിവ് തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. 3 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും നിങ്ങളോട്. ആ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ നല്ലൊരു സമ്മാനം താങ്കളെ കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഷഫീഖിന്റെ ഈ കാലഘട്ടത്തിലൊക്കെ സിനിമയൊക്കെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ടോ? സിനിമയ്ക്ക് ഇഷ്ടമാണ്. ഷഫീഖിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാണ്? ദുൽഖർ സൽമാനാണ്. വെരി ഗുഡ്. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ടാണ്? അല്ലാതെ ഇഷ്ടമാണ്. ദുൽഖർ സൽമാനെ മാറ്റി വെച്ചുകൊണ്ടാണ് നമുക്ക് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് വരുന്ന നടന്മാരുണ്ടല്ലോ. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, അങ്ങനെ പറയുന്ന നടന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? തമിഴില് സൂര്യയാണ്. ശരി, ഇഷ്ടമാണ്. തമിഴ് സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. മലയാളം തമിഴാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് അല്ലേ? അപ്പൊ തമിഴ് സിനിമ ഇഷ്ടപ്പെടുന്ന ഷഫീഖിനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഭാഷ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ ഓട്ടോ ഡ്രൈവറായിട്ട് വേഷമിട്ട് ആ സിനിമ ഹിറ്റാക്കിയ ആ തമിഴ് നടന്റെ പേരെന്താണ്? രജനീകാന്ത്. ഉറപ്പിക്കട്ടെ. രജനീകാന്ത് എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ ഷഫീഖ്. ഇതേപോലെ ഇനി 2 ചോദ്യങ്ങളാണ് ബാക്കി കിടക്കുന്നത്. ആ 2 ചോദ്യങ്ങൾക്ക് ഇതുപോലെ ചേർപ്പായിട്ട് ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ നല്ലൊരു സമ്മാനം നേരത്തെ പറഞ്ഞ പോലെ താങ്കളെ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകട്ടെ. ഇതൊരു സിനിമയാണ്, ഒരു മലയാള സിനിമയാണ്. ഷഫീഖിന്റെ ഒരുപക്ഷെ ഷഫീഖൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കാണുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1990 90 റിലീസ് ചെയ്തൊരു സിനിമയാണ്. വേണു നാഗവള്ളിയാണ് ആ സിനിമയുടെ സംവിധായകൻ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനുണ്ട്, ലാലുണ്ട്, രേഖയാണ് അതിൽ മികച്ച നായികയായിട്ട് അഭിനയിക്കുന്നത്. ഷഫീഖ്, ചോദ്യം രണ്ടാമത്തത് ഇതാണ്. മോഹൻലാൽ ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ച് അവസ്മരണമാക്കിയ ആ സിനിമയുടെ പേരാണ് പറയുന്നത്. ഓട്ടോ. ഉറപ്പിക്കട്ടെ. ഓട്ടോ എന്നുള്ള ഉത്തരവും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. ഇനി സമ്മാനത്തിനും അതുപോലെ തന്നെ ചോദ്യത്തിനും ഒരു ചോദ്യം മാത്രം ബാക്കി കിടക്കുകയാണ്. അപ്പൊ ആ ഒരു ചോദ്യം ഇതേപോലെ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ താങ്കളെ നന്നായിട്ട് ഒരു വലിയൊരു സമ്മാനം കാത്തിരിക്കുകയാണ്. എന്താ ഉപ്പിയുടെ പേരെന്താ? മാനകുട്ടി. ചേട്ടനും നേരത്തെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സിനിമകളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് 2 ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയ ഷഫീഖിനല്ലേ? ഷഫീഖ് പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. പാട്ട് ബാത്റൂം എന്നൊക്കെ പാടാറുണ്ട്. അത് കുഴപ്പമില്ല. ഷഫീഖ്, ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. പാവപ്പെട്ടവരുടെ വാഹനമാണ് നമ്മുടെ ഓട്ടോ എന്നാണ് സാധാരണഗതിയിൽ പെട്ടെന്ന് അറിയപ്പെടുന്നത് അല്ലേ? ഓട്ടോറിക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. ഷഫീഖ്, നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ കുടിക്കുമട്ട എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകളൊക്കെ പറയുന്നത് ഓട്ടോറിക്ഷ എന്നാണ് അല്ലേ? പക്ഷെങ്കിൽ ചില രാജ്യത്ത് ഈ വാഹനത്തിന് അറിയപ്പെടുന്നത് ടക് ടക് എന്ന പേരിലാണ്. ടക് ടക് എന്ന പേരിൽ ഏത് രാജ്യത്താണ് ഓട്ടോറിക്ഷ അറിയപ്പെടുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ബംഗ്ലാദേശ്. ഉറപ്പിക്കട്ടെ. താങ്കൾ പറയുന്ന ഉത്തരം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഉത്തരം ഷഫീഖ് ശരിയാണെങ്കിൽ നല്ലൊരു സമ്മാനം താങ്കളെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഈ പറഞ്ഞതിൽ താങ്കൾക്ക് ഷഫീഖിന് സന്തോഷം, ഇഷ്ടം തോന്നുന്നുണ്ട്?
ഇഷ്ടം തോന്നുന്നു. ഞങ്ങളെ കുട്ടികളുടെ ഇടയിലേക്കും അതുപോലെ തന്നെ എല്ലാ ആളുകളുടെ ഇടയിലേക്കും അറിവ് തേടിക്കൊണ്ട് അവരുടെ മേഖലയിൽ നിന്ന് ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പുസ്തകം നോക്കിയിട്ടോ കൈവെള്ളിൽ എഴുതി വെച്ചുകൊണ്ടൊന്നല്ല, നിങ്ങളുടെ മേഖലയിൽ നിന്ന് എക്സ്റ്റംബറായിട്ടാണ് ഞാൻ ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില നാട്ടുപിഴകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് പൊറുക്കും സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഉത്തരത്തിലേക്ക് പോകട്ടെ. താങ്കൾ പറയുന്നത് ബംഗ്ലാദേശാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള ഒരു അയൽരാജ്യം ഉണ്ട്. അതൊരു ദ്വീപ് രാഷ്ട്രമായിരുന്നു. ആ ദ്വീപ് രാഷ്ട്രത്തിന്റെ പേരായിരുന്നു ശ്രീലങ്ക. ശ്രീലങ്കയുടെ പേരായിരുന്നു ഷഫീഖെ ഉത്തരമായിട്ട് പറയേണ്ടിരുന്നത്. സാരമില്ല, ഏതായാലും വളരെ നന്നായിട്ട് തന്നെ ഷഫീഖ് ഞങ്ങളുടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തു. ഷഫീഖിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഷഫീഖുമൊത്തുള്ള ഈ ദിവസത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാശിയേറിയ ചോദ്യങ്ങളും നല്ല നല്ല മത്സരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഈ ദിവസം നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. ക്യാമറമാൻ ഷാജഹാനോടൊപ്പം ഞാൻ പ്രശാന്ത്.